അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഷെഫി ഉസ്താദിൻ്റെ സ്റ്റോറി കാത്തിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട എല്ലാ കൂട്ടുകാർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. പ്രിയപ്പെട്ട കൂട്ടുകാരോട് എനിക്ക് പറയാനുള്ളത്, ഞാൻ ഇതുവരെ എൻ്റെ വീട്ടിലായിരുന്നു. ഇപ്പോൾ ഞാൻ അൽഹംദുലില്ലാ ഇപ്പോൾ വീട്ടിൽ നിന്ന് എൻ്റെ ഭർത്താവിൻ്റെ വീട്ടിലേക്ക് വന്നു കേട്ടോ. അപ്പോൾ ഡ്രസ്സൊക്കെ അഴിച്ചിട്ടിട്ടുള്ളൂ. അപ്പോൾ എന്തൊക്കെ ഇപ്പോൾ വന്ന് കയറിയിട്ടേ ഉള്ളൂ, ഒന്നും എടുത്തൊന്നും വെച്ചിട്ടില്ല. അപ്പോൾ എന്തൊക്കെ ഞാൻ സംഭവം എന്താണെന്ന് വെച്ചാൽ, എനിക്ക് ഞാൻ പറഞ്ഞല്ലോ, ചെറിയ ഒരു പ്രോബ്ലംസ് ഉണ്ടായിരുന്നു. പിന്നെ ഷുഗർ കുറച്ച് കൂടിപ്പോയി. ആദ്യമായിട്ട് നോക്കുമായിരുന്നു. അപ്പോൾ നല്ല അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ 500-ന് ഉണ്ട്. അതുപോലെ തന്നെ അങ്ങനത്തെ കുറച്ച് ഇഷ്യൂസ് കാര്യങ്ങൾ അങ്ങനെ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞതല്ലോ. അപ്പോൾ അൽഹംദുലില്ലാ കുറേയൊക്കെ നിങ്ങളുടെ പ്രാർത്ഥനകൾ കൊണ്ട് സുഖമായിട്ടോ, അൽഹംദുലില്ലാ മാഷാ അല്ലാഹ്. ഇപ്പോൾ ഞാൻ എൻ്റെ സ്വന്തം വീട്ടിൽ, അതായത് എൻ്റെ കല്യാണം കഴിച്ച വീട്ടിൽ, ഞങ്ങളുടെ സ്വന്തം വീട്ടിൽ എത്തിയിട്ടുണ്ട്. 3-4 ദിവസം എൻ്റെ വീട്ടിൽ തന്നെ ആയിരുന്നു. അപ്പോൾ നിങ്ങളോട് പറയാതിരിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ എന്തൊക്കെ തന്നെയായാലും നിങ്ങളോട് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഇൻഷാ അല്ലാഹ് നമ്മുടെ ഉസ്താദിൻ്റെ സ്റ്റോറി നമുക്ക് ഉഷാറാക്കണം. യാതൊരു രീതിയിൽ നിങ്ങൾ ഒരിക്കലും വിഷമിപ്പിക്കാത്ത രീതിയിൽ കേട്ടോ. പിന്നെ സീനത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ, സീനത്ത് എന്ന് വെച്ചാൽ അവൾ കുറച്ച് കാലമൊക്കെ അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും എല്ലാവരും. പക്ഷേ ആരും കളവ് ചെയ്തവരും അതുപോലെ അങ്ങനെ ചെയ്യുന്നവരൊന്നും ആരും വിജയിക്കില്ല എന്നൊക്കെ തന്നെയാണല്ലോ അല്ലേ. അപ്പോൾ ഈ സമയത്ത് അത് വിടാനുള്ള സംഭവം, ഞാൻ ഇപ്പോൾ യാത്ര കഴിഞ്ഞത സമയം ഏകദേശം 11:25 ആയിക്കണ സമയം. ഈ ഒരു സമയത്താണ് ഞാൻ എത്തിയ സമയത്താണ് നിങ്ങളോട് ഇത് പറയണത്. ഒന്നും പറയാതെ പോകുന്നത് മോശമല്ലേ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നിങ്ങളെല്ലാവരും ദുആയിൽ ഉൾപ്പെടുത്തുക. അപ്പോൾ ഇന്നിപ്പോൾ പെട്ടെന്ന് ഞാനിങ്ങോട്ട് വരാനുണ്ടായ കാരണം മറ്റൊന്നുമല്ല. അതായത് എന്താണെന്ന് വെച്ചാൽ, ഇൻഷാ അല്ലാഹ് ഞാൻ പറ്റുന്നുണ്ടെങ്കിൽ മറ്റന്നാൾ രാവിലെ ഇൻഷാ അല്ലാഹ് ബ്രദറിൻ്റെ അടുത്തേക്ക് പോകണമെന്നൊരാഗ്രഹമുണ്ട്. ബ്രദർ എന്ന് വെച്ചാൽ UAE അല്ലയിലേക്ക്. ഇൻഷാ അല്ലാഹ് നിങ്ങളൊക്കെ ദുആയിൽ ഉൾപ്പെടുത്തുക. അവിടെ എത്തിയ ഇൻഷാ അല്ലാഹ് തീർച്ചയായും നമ്മുടെ സ്റ്റോറികളൊക്കെ ഞാൻ വിടാൻ വേണ്ടി ശ്രമിക്കും. നിങ്ങളതിന് വേണ്ടി ദുആ ചെയ്യണം. യാതൊരു കുഴപ്പവും ബുദ്ധിമുട്ടൊന്നുമില്ലാതെ അവിടെ എത്തി കിട്ടാനൊക്കെ വേണ്ടിയിട്ടാ. അപ്പോൾ അതാണ് ഈ സമയത്തിന് ഞങ്ങൾ വന്നത്. സഫമോളൊക്കെ ഉറങ്ങുകയാണ്. സഫമോൾ അവിടെ മദ്രസയിലൊക്കെ പറഞ്ഞയച്ചിരുന്നു. ബാഗും ഇതൊക്കെ അങ്ങോട്ട് കൊണ്ടുപോയതായിരുന്നു, പർദ്ദ മഫ്ത അതൊക്കെ. അപ്പോൾ എന്തൊക്കെ തന്നെയാണ് ഞങ്ങളിപ്പോൾ ഇങ്ങോട്ട് കയറിയിട്ടുള്ളൂ കേട്ടോ. പിന്നെ വെച്ചാൽ ഇവിടെ ചെറിയ രീതിയിൽ ലൈറ്റ് ഇട്ടിട്ടുള്ളൂ. കുട്ടികളൊക്കെ ഉറങ്ങിക്കണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് ഇനിയിപ്പോൾ ഉറക്കം ശല്യമാക്കണ്ട വിചാരിച്ചിട്ട് സാധനങ്ങളൊന്നും എടുത്തൊന്നും വെച്ചിട്ടില്ല. ഒക്കെ ഇവിടെ തന്നെ കിടക്കുകയാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്ക് നമ്മുടെ സ്റ്റോറികളൊക്കെ ഞാൻ ഇൻഷാ അല്ലാഹ് വിടുട്ടോ. ഇപ്പോൾ കണ്ടില്ല, സഫമോളൊക്കെ വണ്ടിയിൽ നിന്ന് ഉറക്കത്തു നിന്ന് എടുത്തിട്ട് ഇവിടെ കെടുത്തിക്കാണ് കേട്ടോ. ഉണ്ടോ, നല്ല ഉറക്കത്തിലാണ് കേട്ടോ ആള്. ഒന്നും അറിഞ്ഞിട്ടില്ല, വണ്ടിയിൽ നിന്ന് എടുത്ത് കൊണ്ടുവന്ന്. കാരണം ഞങ്ങൾ ഈ സമയത്താണ് വീട്ടിലേക്ക് എത്തുന്നത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമ്മുടെ നാളെ രാവിലെ ഇൻഷാ അല്ലാഹ് ഞാൻ വിടാൻ വേണ്ടി ശ്രമിക്കട്ടെ നമ്മുടെ ഷെഫി ഉസ്താദിൻ്റെ സ്റ്റോറിയൊക്കെ. ഈ സമയം ഇനിയിപ്പോൾ പിന്നെ എനിക്ക് ഒരുപാട് ഞാൻ ടൈം ഉറക്കമൊഴിക്കണ കാര്യത്തിലൊക്കെ ഉറക്കമൊഴിക്കരുത് എന്നൊക്കെ ഡോക്ടർ ഒക്കെ പറയുമല്ലോ, ഷുഗറിന് അത്ര നല്ലതല്ല എന്നൊക്കെ അല്ലേ. ഇൻഷാ അല്ലാഹ് അതിനനുസരിച്ച് ഞാൻ വിടണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരോടും ഒരിക്കൽ കൂടി അസ്സലാമു അലൈക്കും. നമ്മുടെ ഷെഫി ഉസ്താദിൻ്റെ സ്റ്റോറി അടിപൊളിയായിട്ട് മുന്നോട്ട് വരും. എല്ലാവരും കാത്തിരിക്കണം, അതിനുവേണ്ടി പ്രാർത്ഥിക്കണം. എല്ലാ ശത്രുക്കളും ഇല്ലാതായിത്തീരും. അങ്ങനെ തന്നെയാണല്ലോ എല്ലാ കഥകളിലും അല്ലേ. ഒരു ശത്രുവും ഒരിക്കലും വിജയിക്കില്ല. ആദ്യകാലം പോലെ വിജയിക്കും, അവരടിപൊളിയായി നിൽക്കും. പക്ഷേ പിന്നീട് അങ്ങോട്ട് എല്ലാ ശത്രുക്കളും അങ്ങ് പത്തി മടക്കി പോകും എന്നൊക്കെ പറയില്ലേ, ആ ഒരു അവസ്ഥ എല്ലാവർക്കും വരും കേട്ടോ. അപ്പോൾ അതൊക്കെയാണ് സംഭവങ്ങൾ. ഇൻഷാ അല്ലാഹ് നമുക്ക് നമ്മുടെ സ്റ്റോറി ഒക്കെ നാളെ കേൾക്കാം. എല്ലാവരും ഈ സമയം ഉറങ്ങിയിട്ടുണ്ടാവും എന്ന് എനിക്കറിയാം. എന്നാലും ഗൾഫത്ത് ഒരുപാട് പ്രവാസികളായ ആളുകൾ നമുക്കുണ്ട്. അപ്പോൾ അവരൊക്കെ എന്താ പറയുക, കാത്തിരിക്കുന്ന സമയമാണിത്. അപ്പോൾ ഹിദായത്തില്ലേ, നൂർ ഫാത്തിമ ഇല്ലേ എന്നൊക്കെ പറഞ്ഞ് എല്ലാവരും ഇങ്ങനെ വിളിക്കുന്നൊക്കെ ഉണ്ട്. ഇൻഷാ അല്ലാഹ് എന്തൊക്കെ തന്നെയായാലും നമുക്ക് നമ്മളെ സ്റ്റോറിയൊക്കെ കേൾക്കാട്ടോ. ഇന്ന് ഹിദായത്തില്ല വിചാരിച്ചുകൊണ്ട് ആരും വിഷമിക്കണ്ട. അതിന് പകരമായിട്ടാണ് ഞങ്ങളോട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞത്. പിന്നെ ഒന്ന് വൈകുന്നേരമായപ്പോൾ ജസ്റ്റ് ഞാൻ ഹോസ്പിറ്റലിൽ പോകാൻ വേണ്ടി പോയി വന്നു. അപ്പോൾ ഒരുപാട് ലേറ്റായി. പിന്നെ
മഞ്ചേരിക്ക് പോകാൻ വേണ്ടി ഹസ്ബൻഡിനെ കൊണ്ടുവരാൻ വന്നു. അപ്പോൾ പിന്നെ അവിടുന്ന് ഹസ്ബൻഡിൻ്റെ കൂടെ ഞാനും കുട്ടികളൊക്കെ പോന്നു. ഈ സമയം ഇത്ര ആയിട്ടാണ്. പിന്നെ എന്ന് വെച്ചാൽ എല്ലാവരും എൻ്റെ അസുഖം മാറാക്കാൻ വേണ്ടിയിട്ട് ദുആ ചെയ്തതിൽ പ്രത്യേകം നന്ദിയുണ്ട്. അൽഹംദുലില്ലാഹ്. ഇനി കുറച്ചുകൂടെ അതിൻ്റെ ഒരു കുരുവിൻ്റെ ഒരു ഭാഗം പൊട്ടി പോകാനുണ്ട്. ബാക്കി മുക്കാലും പോയിട്ടാണ്. അൽഹംദുലില്ലാഹ്. ഞങ്ങളൊക്കെ പ്രാർത്ഥനയുടെ ഫലം കൊണ്ട് ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഞാൻ ദുബായിൽ അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇൻഷാ അല്ലാഹ് മറ്റന്നാളെ ഞാനങ്ങോട്ട് വരാൻ ഉദ്ദേശിക്കുന്നുണ്ട്. 2 ആഴ്ചക്ക് ഏറി വന്നൊരു 10-20 ദിവസം കേട്ടോ. ബ്രദറിൻ്റെ അടുത്തേക്കാണ് അല്ലൈനക്കാണ്. ആരെങ്കിലും ഉണ്ടെങ്കിലൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണം. ഇൻഷാ അല്ലാഹ് ദുബായിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം. അപ്പോൾ എല്ലാവരും എൻ്റെ പ്രിയപ്പെട്ട എല്ലാ കൂട്ടുകാരോടും ഒരിക്കൽ കൂടി ഞാൻ നിങ്ങൾക്കെല്ലാവർക്കും പ്രത്യേകം നന്ദി രേഖപ്പെടുത്തണം. കാരണം മറ്റൊന്നുമല്ല, അതായത് എനിക്ക് വേണ്ടി ഒരുപാട് പ്രാർത്ഥിച്ചതിൻ്റെ ഒരു സന്തോഷം. എനിക്ക് ആരൊക്കെയോ ഉണ്ടെന്ന് തോന്നൽ. പിന്നെ ആരൊക്കെയോ പറഞ്ഞു എനിക്കെൻ്റെ മോളെപ്പോലെയാണ്, എൻ്റെ ഹിത്തയെ പോലെയാണ്, ഉമ്മയെപ്പോലെ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കമൻറ്റും കാര്യങ്ങളൊക്കെ ഇങ്ങനെ കാണുമ്പോഴേ ഭയങ്കര സന്തോഷം കേട്ടോ. എനിക്ക് സത്യം പറഞ്ഞാൽ കണ്ണുകൾ നിറഞ്ഞു പോവുകയാണ്. ഞാൻ വിചാരിക്കുകയാണ് അല്ലാഹുവേ എനിക്ക് അവരെയൊക്കെ ഒന്ന് കാണാൻ കഴിഞ്ഞെങ്കിലെന്ന് എനിക്ക് തോന്നിപ്പോവാണ്. അപ്പോൾ എല്ലാവരോടും അവസാനമായി ഒരിക്കൽ കൂടി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.